ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹാഫ് ലൈഫ് പീരീഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ അല്ലേ, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ടി ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ച ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നേ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ബേസിക്കലി നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. K = 2.303/T log A0/A അല്ലേ. ബേസിക്കലി നമ്മുടെ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് K = 2.303/T log A0/A. ഇനി ഹാഫ് ലൈഫ് പീരീഡ് T അല്ലേ കണ്ടുപിടിക്കേണ്ടേ. ടീനെ ഇങ്ങോട്ടെടുക്കുക, കെനെ ഇങ്ങോട്ടെടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ടീനെ ഇങ്ങോട്ടെടുത്തു, കെനെ ഇങ്ങോട്ടെടുക്കുമ്പോൾ 2.303/K log A0/A എന്നെന്താവും വരും. T = 2.303/K log A0/A എന്നെന്താവും വരും. റെഡി. നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടിക്ക് പകരം എന്ത് കൊടുക്കുക, ടി ഹാഫ് എന്നെന്താക്കുക കൊടുക്കുക. 2.303/K log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ആണ്. അങ്ങനെയെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഹാഫ് ലൈഫ് പീരീഡ് ആണ്, പകുതിയാകാൻ എടുക്കുന്ന കാലയളവാണ്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ A എന്ന് പറയുന്നതിനെ എനിക്ക് എഴുതാം A0/2. റെഡി. ടിക്ക് പകരം ഹാഫ് ലൈഫ് പീരീഡ് ആയതുകൊണ്ട് ടി ഹാഫ് എന്ന് എഴുതുക. 2.303/K log A0/ ഫൈനൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന കാലയളവാണ്. അതിന് A0/2 എന്നെന്താക്കുക എഴുതുക. ക്ലിയർ. ഇനി ചെയ്യാം നമുക്ക്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303/K log ഇത് മുകളിലോട്ട് കയറി വരും 2A0/A0 എന്ന് വരും അല്ലേ. 2A0/A0 എന്നല്ലേ വരിക. അതിൽ A0യും A0യും കട്ട് ചെയ്ത് പോവും. ഇനി എന്താ ഉള്ളത് അപ്പോൾ ബാക്കി? T half is equal to 2.303 into log 2/K. റെഡി. സ്വന്തം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുത്തിട്ട് മക്കൾ ചെയ്തു നോക്കണം. 2.303 into log 2 എന്താണ് വരിക? 2.303 into log 2 എന്താണ് ചെയ്താൽ നിങ്ങൾക്ക് വരിക? ചെയ്ത് കഴിയുമ്പോൾ മക്കൾക്ക് കിട്ടും 2.303 into log 2ൻ്റെ വാല്യൂ ദിസ് ഈസ് 0.693/K. അപ്പോൾ വി ക്യാൻ ബി റിട്ടൺ ആസ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/K. ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/K. കേട്ടോ. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡും നമ്മളിവിടെ എന്താക്കി പറഞ്ഞു തീർത്തു. ക്ലിയർ അല്ലേ ചെയ്തത്? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചു. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിച്ചു. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ
ഹാഫ് ലൈഫ് പീരീഡ് എന്താക്കി കണ്ടുപിടിച്ചു. റെഡി? ഇത്രയൊക്കെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ക്ലിയർ? ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സ്പീഡ് കൂടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. ദിസ് ഈസ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. അടുത്ത ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. ദിസ് ഈസ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ മീൻസ് ഒരു റിയാക്ഷൻ കണ്ടാൽ ഹയർ ഓർഡർ ആണെന്ന് തോന്നുകയും, ഇപ്പോൾ തേർഡ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ ഒക്കെ ആണെന്ന് തോന്നുകയും, ബട്ട് ആക്ച്വലി ഇത് ഫോളോ ചെയ്യുന്നത് ഒരു ലോവർ ഓർഡർ കൈനറ്റിക്സുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ കണ്ടാലേ മക്കളെ ഹയർ ഓർഡർ ആണെന്ന് തോന്നുകയും ബട്ട് ആക്ച്വലി ഇത് ഫോളോ ചെയ്യുന്നത് ഒരു ലോവർ ഓർഡർ റിയാക്ഷനുമാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നാണ് എന്താക്കുക പറയുക. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പോൾ എന്നെ കണ്ടാൽ ദുൽഖർ സൽമാനെ പോലെ തോന്നുകയും ബട്ട് ആക്ച്വലി ഒരു അവിഞ്ഞ കോലവുമാണെങ്കിൽ അതിനെയാണ് സ്യൂഡോ ഓർഡർ എന്ന് പറയുക. യു ക്യാൻ ബി ഹിയറിംഗ് അബൌട്ട് സ്യൂഡോപോഡിയ. വാട്ട് ഇസ് ദാറ്റ്? ഫോൾസ് ഫീറ്റ് അല്ലേ? തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. അപ്പം നിങ്ങളുടെ തന്നെ കട്ട കമ്പനിക്കാർ പലരും ഉണ്ടാവും അല്ലേ? കണ്ടാ ഭയങ്കര മാന്യന്മാരാ, വേറെ ലെവലാണെന്ന് തോന്നും, ബട്ട് ആക്ച്വലി കൂതറയാന്ന് പിന്നെയാ മനസ്സിലാവുക. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ കണ്ടാൽ ഹയർ ഓർഡർ ആണെന്ന് തോന്നും, ബട്ട് ആക്ച്വലി ഇവർ ഫോളോ ചെയ്യുന്നത് ഒരു ലോവർ ഓർഡർ കൈനറ്റിക്സ് ആണ്. അത്തരം റിയാക്ഷനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ആസിഡ്. ഇതിന് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്നും പറയാറുണ്ട് കേട്ടോ. ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. സിസ്റ്ററെ, എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? CH3COOC2H5 അല്ലേ? COO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നവരെയാണ് നമ്മൾ എസ്റ്ററുകൾ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ഈ എസ്റ്ററിനെ ഞാൻ വാട്ടറുമായി റിയാക്ട് ചെയ്യിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ആസിഡ്. എസ്റ്റർ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ നമ്മുടെ എസ്റ്റർ പൊട്ടും. വാട്ടറിൽ ആരൊക്കെയാണ് ഉള്ളത്? എച്ചും OHും അല്ലേ? എസ്റ്റർ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് CH3COOയും ഈ എച്ചും തമ്മിൽ CH3COOH അസറ്റിക് ആസിഡ് ആവും. C2H5ഉം OHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് C2H5OH ആയിട്ട് എന്താവും? മാറും. CH3COOയും എച്ചും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് CH3COOH ആയിട്ട് മാറും. C2H5ഉം OHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് C2H5OH ആയിട്ട് എന്താവും? മാറും. ക്ലിയർ? അപ്പോൾ എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ആസിഡ്. ക്ലിയർ? ഇതിൻ്റെ റേറ്റ് ലോ എന്ന് പറഞ്ഞേ, റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ. എൻ്റെ കൂടെ തന്നെ പറ. എന്താ വരിക? R = K into concentration of CH3COO C2H5 into concentration of H2O അല്ലേ? ആക്ച്വലി ഇതിൻ്റെ ഓർഡർ നോക്കിയാൽ 1+1 മക്കൾക്ക് 2 ആയിട്ടാണ് തോന്നുക അല്ലേ? 1+1 ഇതിൻ്റെത് 1 1+1 2 ആയിട്ടാണ് തോന്നുക. ബട്ട് ആക്ച്വലി ഇത് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. കണ്ടാൽ 2 എന്ന് തോന്നുകയും ബട്ട് ആക്ച്വലി ഇത് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡറുമാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷനെ നമ്മൾ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക. 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് എന്താക്കുക ചെയ്യുക. അപ്പോൾ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് ഞാൻ വീണ്ടും വരുന്നു.
ഒരു റിയാക്ഷൻ കണ്ടാൽ ഹയർ ഓർഡർ ആണെന്ന് തോന്നും, ബട്ട് ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ലോവർ ഓർഡർ കൈനറ്റിക്സ് ആണ്. ഇത്തരം റിയാക്ഷനുകളെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. അതായത് കരിമ്പിൻ പഞ്ചസാര വെള്ളത്തിൽ ഈസ്റ്റ് ചേർത്ത് നമ്മൾ ഫെർമെന്റേഷൻ എന്താക്കാറുണ്ട്, നടത്താറുണ്ട്. അപ്പൊ നോക്കൂ, C12H22O11, this is our great പഞ്ചാര, പ്ലസ് H2O പഞ്ചാര വെള്ളം. ഇൻ ദ പ്രസൻസ് ഓഫ് ഈസ്റ്റിന്റെ പ്രസൻസിൽ ഇറ്റ് ഈസ് ഫോമിങ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് എന്താവും, മാറും. പഞ്ചസാര പ്ലസ് വെള്ളം, പഞ്ചസാര വെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് അത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് എന്താകുന്നു, മാറുന്നു. ക്ലിയർ? റെഡി? ഇതിൻ്റെ റേറ്റ് ലോ എഴുതാനാ പോകുന്നത്. റേറ്റ് ലോ എഴുതുമ്പോൾ K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C12H22O11 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. മക്കളെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് 1 + 1 2 ആണ്. ബട്ട് ആക്ച്വലി ഇവർ ഫോളോ ചെയ്യുന്ന ഓർഡർ എത്രയാണ്, 1 ആണ്. ഇതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. കണ്ടാൽ ഹയർ ഓർഡർ ആണെന്ന് തോന്നുകയും ബട്ട് ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഒരു ലോവർ ഓർഡർ കൈനറ്റിക്സുമാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ക്ലിയർ ആണോ സംഗതി? മനസ്സിലായോ കാര്യം? റെഡി അല്ലേ? ക്ലിയർ? പിടുത്തം വന്നു? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. Then there is a next one we can be discuss about temperature dependence on the rate of a reaction. ഹെഡിങ് ഒക്കെ മറന്നുപോയി കേട്ടോ ഞാൻ, അല്ലെങ്കിൽ ഹെഡിങ്ങിലൊന്നും ഒരു കാര്യമില്ല പിള്ളേരെ, ഉണ്ടോ? നോക്കുക, there is a next thing we can be discuss about temperature dependence on the rate of a chemical reaction. ഞാൻ പറയണത് അങ്ങ് എഴുത്. temperature dependence on rate of a reaction, rate of a chemical reaction എന്ന് വേണമെങ്കിൽ അങ്ങനെ, rate of a chemical reaction. റെഡി? ബേസിക്കലി മക്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എനിക്ക് ഇനിയും പറയാനുള്ളത്. ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും ടെമ്പറേച്ചർ കൂടുന്തോറും കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് എന്താവാൻ വേണ്ടിയിട്ട് എന്താവും, കൂടാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. ബേസിക്കലി നമ്മൾ പഠിച്ചതാണ്, ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും ടെമ്പറേച്ചർ എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, സ്പീഡ്, വേഗതയും എന്താവാൻ തുടങ്ങും, കൂടാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. റെഡി? If the temperature of a reaction increases 10 degrees Celsius, the rate constant of a chemical reaction is become to be almost double. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് ഡബിൾ ആയി മാറാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷനും ടെമ്പറേച്ചർ കൂടുന്തോറും കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുക. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ അപ്രോക്സിമേറ്റ്ലി ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൂടാൻ വേണ്ടി തുടങ്ങിയാൽ അവിടെ റേറ്റ് കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡബിൾ ആയി മാറാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. ഇങ്ങനെ 10 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസിലുള്ള രണ്ട് ടെമ്പറേച്ചർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 300 കെൽവിനും
310 കെൽവിനും ആണെന്ന് കൂട്ടിക്കോ. ഈ രണ്ട് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റുകൾ ഇപ്പോൾ കെയും 2Kയും ആണെന്ന് കൂട്ടിക്കോ. ഈ റേറ്റ് കോൺസ്റ്റന്റുകൾ തമ്മിലുള്ള റേഷ്യോനെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോയഫിഷ്യന്റ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. കോയഫിഷ്യന്റ്, ടെമ്പറേച്ചർ കോയഫിഷ്യന്റ് എന്നാണ് അതിനെ നമ്മൾ എന്താക്കുക പറയുക. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റൻസ് ഓഫ് ടു ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഹാവിങ് ദെയർ ഡിഫറൻസ് 10 degrees Celsius. രണ്ട് ഡിഫറെൻറ്റ് ഡിഗ്രി സെൽഷ്യസിൽ 10 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസത്തിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടെമ്പറേച്ചർ കോയഫിഷ്യന്റ്. രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ അവർ തമ്മിൽ 10 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് ഉണ്ടാവണം. ആ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോയഫിഷ്യന്റ് എന്നാണ് നമ്മൾ എന്താക്കുക വിളിക്കുക. ക്ലിയർ? അപ്പോൾ ഒറ്റവാക്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുന്തോറും റേറ്റ് കോൺസ്റ്റന്റ് കൂടും, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ കൂടും. ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂടുകയാണെങ്കിൽ തന്നെ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആവും. കെ ഉള്ളത് 2K ആവും. രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ 10 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസത്തിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോയഫിഷ്യന്റ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഇത്രയൊക്കെ പിടികിട്ടിയോ? റെഡി. ഇനി റേറ്റ് കോൺസ്റ്റന്റ് കെയും ടെമ്പറേച്ചർ ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ആദ്യമായി പറഞ്ഞു തന്നത് അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തെ പറ്റി. അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് റേറ്റ് കോൺസ്റ്റന്റ് കെയും ടെമ്പറേച്ചർ ടിയും തമ്മിലുള്ള റിയാക്ഷൻ അല്ല റിലേഷൻഷിപ്പ് നമ്മളോട് ആദ്യമായിട്ട് എന്താകുന്നത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറീനിയസ് ഇക്വേഷൻ എന്നാണ് മക്കളെ നമ്മൾ എന്താക്കുക വിളിക്കുക. കേട്ടോ, മനസ്സിലായോ പറഞ്ഞത്? റേറ്റ് കോൺസ്റ്റന്റ് കെയും ടെമ്പറേച്ചർ ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഞാൻ എഴുതാം, ശ്രദ്ധിച്ചോ. കെ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിനെയാണ് നമ്മൾ അറീനിയസ് ഇക്വേഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. കെ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, എ എന്ന് പറഞ്ഞാൽ അറീനിയസ് കോൺസ്റ്റൻ്റ് ആണ്, ഇ റൈസ് ടു മീൻസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഇ എ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി. സാർ പറഞ്ഞുതരാം കേട്ടോ ഇതെന്താന്ന്. ആക്ടിവേഷൻ എനർജി. ആറ് അതറിയാമല്ലോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ആണ്. കെ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. എ എന്ന് പറഞ്ഞാൽ അറീനിയസ് കോൺസ്റ്റന്റ്, കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്. ഇ റൈസ് ടു മീൻസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇ എ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ആണ്. ക്ലിയർ? റെഡി? ഇതാണ് നമ്മൾ പറയുന്ന അറീനിയസ് ഇക്വേഷൻ. കാര്യം പിടുത്തം വന്നോ? മനസ്സിലായോ സംഗതി എല്ലാവർക്കും? റെഡി അല്ലേ അപ്പോൾ പറഞ്ഞത്? ക്ലിയർ? ഇനി അവിടെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പുതിയ ടേം പറഞ്ഞിരുന്നു, മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിതാണ് ആക്ടിവേഷൻ എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി എന്നുള്ളതിനെയൊക്കെ പറ്റി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയാണ് കേട്ടോ. ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് ഈ പറയുന്ന ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി. അതുമല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏത് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി കേട്ടോ. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്നാണ് അതിനെ നമ്മൾ എന്താക്കുക പറയുക. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി ഇങ്ങനെ രണ്ടു പേരിൽ ഇതെന്താക്കുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്ന് പറയും. അതുമല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഇനി സാറ് പറയാൻ പോകുന്നത് ഇതാണ്. എന്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്ന് പറഞ്ഞാൽ? അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തിയറിയാണിത്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. മക്കൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. എല്ലാ റിയാക്റ്റന്റുകളും ആദ്യം റിയാക്ട് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്താവും മാറും. എല്ലാ കെമിക്കൽ റിയാക്ഷനിലും റിയാക്റ്റന്റുകൾ റിയാക്ട് ചെയ്തിട്ട് ആദ്യം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് എന്താവും മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്, മാറുന്നത്. ഇതാണ് ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എല്ലാ കെമിക്കൽ റിയാക്ഷനിലും ഇവിടെ എനർജി, ഇവിടെ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. എല്ലാ കെമിക്കൽ റിയാക്ഷനിലും മക്കളെ ആദ്യം റിയാക്റ്റന്റുകൾ തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് എന്താവും മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് പ്രോഡക്റ്റ് ആയി മാറുന്നത്. അല്ലാതെ ചുമ്മാ കുറച്ച് ഹൈഡ്രജനും കുറച്ച് എന്താ പറയുക ക്ലോറിനും കൂടി മിക്സ് ചെയ്യുമ്പോഴേക്ക് HCl വിടർന്നു വരൂല. ആദ്യം ഈ ഹൈഡ്രജനും ക്ലോറിനും ഒക്കെ തമ്മിൽ റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറണം. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്, മാറുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ആദ്യം AABB എന്ന് പറയുന്ന ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് എന്താവും മാറും. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ആദ്യം AABB എന്ന് പറയുന്ന ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് എന്താവും മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് 2AB എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്, മാറുന്നത്. ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പിടുത്തം വരുന്നുണ്ടോ? അതായത് മക്കൾ മനസ്സിലാക്കണം, ഒരു ബീക്കറിലേക്ക് കുറച്ച് റിയാക്റ്റന്റുകൾ അങ്ങിടുമ്പോഴേക്ക് അത് റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറൂല, പ്രോഡക്റ്റ് ആയി മാറൂല. ആദ്യം റിയാക്റ്റന്റുകൾ റിയാക്ട് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറണം. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക, മാറുക. ഇനി ഏതൊരു റിയാക്റ്റന്റിനും ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായി മാറാൻ, റിയാക്റ്റന്റുകൾ റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായി മാറാൻ ആവശ്യമായി വരുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഏതൊരു റിയാക്റ്റന്റ് മോളിക്യൂളുകളും റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറാൻ, ഇതല്ലേ അത്, ഇവിടെ വരെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറാൻ ആവശ്യമായി വരുന്ന എനർജി എന്തോ ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ആക്ടിവേഷൻ എനർജി എന്നാണ് നമ്മൾ എന്താക്കുക, വിളിക്കുക. ഇനി ആക്ടിവേഷൻ എനർജി കിട്ടി, ഇവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയാൽ മാത്രം പോരാ, അവര് ഇവിടെയുള്ള ഒരു ത്രെഷ്ഹോൾഡ് എനർജി ബാരിയർ ഓവർകം ചെയ്യണം. അതായത് ഉദ്ദേശിച്ച ഊർജ നിലയിലെത്തണം, ഉദ്ദേശിച്ച ഒരു ത്രെഷ്ഹോൾഡ് എനർജിയിലേക്ക് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ എന്താക്കണം, എത്തണം. എന്നാൽ മാത്രമേ ആ ത്രെഷ്ഹോൾഡ് എനർജിയെ ഓവർകം ചെയ്തിട്ട് ഇവർക്ക് പ്രോഡക്റ്റ് ആയി മാറാൻ വേണ്ടിയിട്ട് എന്താവുള്ളൂ, പറ്റുള്ളൂ. ഇപ്പൊ നോക്ക്, റിയാക്റ്റന്റുകൾ റിയാക്ട് ചെയ്ത് ആക്ടിവേഷൻ എനർജി കിട്ടി, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറി. അവരെ കയ്യിലുള്ള എനർജി 900 കിലോ ജൂൾ പെർ മോൾ. ബട്ട് വേണ്ട ത്രെഷ്ഹോൾഡ് എനർജി ബാരിയർ കടക്കാൻ വേണ്ട എനർജി 1000 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ പിന്നെ അവരങ്ങ് കടക്കുവോ? ഇല്ല. ഈ എനർജി ബാരിയർ ഓവർകം ചെയ്യുവോ? ഇല്ല. അപ്പോൾ അവരെന്തായി മാറൂല, പ്രോഡക്റ്റ് ആയി മാറൂല. മറിച്ച് ഇവിടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന എനർജി 1100 കിലോ ജൂൾ പെർ മോൾ. അവർ വളരെ സുഖസുന്ദരമായി ആ ത്രെഷ്ഹോൾഡ് എനർജി ബാരിയർ ഓവർകം ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് എന്താവും, മാറും. ക്ലിയർ? ഇതാണ് ഈ തിയറിയുടെ ഒരു ഉള്ളടക്കം, കൺക്ലൂഷൻ, സംക്ഷിപ്ത രൂപം. മനസ്സിലായോ? ഈ തൊണ്ടകീറി അലറുന്നതിനൊക്കെ നമുക്ക് എഫേർട്ടിനൊക്കെ റിസൾട്ട് ഉണ്ടാവണം. മക്കൾ കാര്യമായി ഇരുന്ന് പഠിച്ചേ ഒക്കുള്ളൂ കേട്ടോ. ഉഴപ്പരുത്. എല്ലാ ദിവസവും അരമണിക്കൂറിൻ്റെ 2 വീഡിയോസൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഭംഗിയായി പഠിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം മക്കളോട് ഞാൻ ഒന്നും കൂടി പറയുന്നു. ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്ന് പറയുന്നത് എങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു തിയറി പ്രകാരം നമ്മളോട് ഒറ്റവാക്കിൽ പറയുന്ന കാര്യം ഇതാണ്: എല്ലാ റിയാക്റ്റന്റുകളും ആദ്യം റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് എന്താകണം, മാറണം. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക, മാറുക. റിയാക്റ്റന്റുകൾക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറാൻ ആവശ്യമായി വരുന്ന എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി കിട്ടിയ റിയാക്റ്റന്റ് മോളിക്യൂളുകൾ ത്രെഷ്ഹോൾഡ് എനർജി ബാരിയർ ഓവർകം ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്, മാറുന്നത്. ഇത്രയും പിടികിട്ടിയോ? ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ? റെഡിയല്ലേ മക്കളെ? എന്നാൽ സാർ പറയട്ടെ അടുത്ത കാര്യം. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ആക്ടിവേഷൻ എനർജി എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് കെയും ടെമ്പറേച്ചർ ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഇക്വേഷൻ ആണ് കെ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. കെ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ഈ ഇക്വേഷൻ്റെ 2 സൈഡും ലോഗരിതം എടുക്കുക. അപ്പോൾ എൽ എൻ കെ ഈക്വൽ ടു എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി എന്നെന്താവും വരും. 2 സൈഡും ലോഗരിതം എടുക്കുക മക്കളെ. അപ്പോൾ എൽ എൻ കെ ഈക്വൽ ടു എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി എന്നെന്താവും വരും. ഇത് നാച്ചുറൽ ലോഗരിതത്തിലാണ് മക്കളെ. നമുക്കിതിനെ കോമൺ ലോഗരിതത്തിലോട്ട് മാറ്റണം. അപ്പോൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുക. അപ്പോൾ ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി എന്നെന്താവും വരും. ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി എന്നെന്താവും വരും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്താക്കുക, കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് മക്കളെ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്താക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ പറയുന്നു, എഴുതിയിട്ട് വേണം പഠിക്കാൻ. നോട്ട്സൊക്കെ വളരെ ഭംഗിയായിട്ട് എന്താക്കുക, എഴുതി വെക്കുക.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു ഓൾ ഓഫ് യു.